യഥാർത്ഥ ദൈവഭക്തന്മാർക്ക് ഒരിക്കലും ഈ ലോകം യോഗ്യമല്ല എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നത്. അതായത് ഈ ലോകം ദൈവമക്കൾക്ക് ഒരിക്കലും അനുകൂലം അല്ല എന്ന് മനസ്സിലാക്കണം. ഓരോ നിമിഷവും പൊരുത്തക്കേടുകൾ പെരുകി വരികയാണ്. ഈ പാഴ്ലോകത്തെ ചുറ്റിപ്പറ്റിയുള്ള മനുഷ്യൻ്റെ സ്വപ്നങ്ങളൊന്നും, പ്രത്യേകിച്ച് ദൈവമക്കൾ ഈ പാഴ്ലോകത്തെ ചുറ്റിപ്പറ്റി നെയ്തു കൂട്ടുന്ന സ്വപ്നങ്ങളൊന്നും ഒരുപക്ഷെ പൂവണിഞ്ഞു എന്ന് വരികയില്ല. വാസ്തവത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഉയരത്തിലെ ദർശനമാണ്. ഉയരത്തിലെ കാഴ്ചപ്പാടുകൾ കൊണ്ട് നാം നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ 2 തീമോത്തിയോസ് 3 അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അവസാന നാളുകളിൽ അനേകം കഷ്ടങ്ങളുണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നു. ആ കാലത്തിൻ്റെ പ്രത്യേകത, ജനം അവരവരെ തന്നെ സ്നേഹിക്കുന്നവരായിട്ട് മാറും. പണത്തെയും തങ്ങളെയും മാത്രം സ്നേഹിക്കുന്ന ഒരു സമൂഹം അന്ത്യകാലത്തുണ്ടാകും. അവർ അഹങ്കാരികളായിരിക്കും, പൊങ്ങച്ചക്കാരായിരിക്കും. ആളുകൾ മറ്റാളുകൾക്കെതിരെ മോശമായ കാര്യങ്ങൾ പറയുന്ന ഒരു സ്വഭാവം അവരിലുണ്ടാകും. ആളുകൾ ഒരിക്കലും തങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരായിട്ട് മാറും, നന്ദി കെട്ടവരാകും. അവർ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരല്ല എന്നാണ് പറയുന്നത്. അവർ മറ്റുള്ളവരോട് സ്നേഹം കാണിക്കയില്ല, അന്യരോട് ക്ഷമിക്കുവാൻ കൂട്ടാക്കത്തില്ല. അവരെക്കുറിച്ച് ചീത്തക്കാര്യങ്ങൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരിക്കും. ആളുകൾ സ്വയം നിയന്ത്രിക്കാതെ അവർ മനുഷ്യത്വമില്ലാത്തവരായി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ എപ്പോഴും എതിർത്തുകൊണ്ടേയിരിക്കും. അവസാന നാളുകളിൽ സംഭവിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ആളുകൾ തങ്ങളുടെ സുഹൃത്തുക്കൾക്കെതിരെ, ആത്മസ്നേഹിതർക്കെതിരെ പോലും തിരിയും. ഒന്നും ചിന്തിക്കാതെ വലിയ വിഡ്ഢിത്തരങ്ങളായിരിക്കും മനുഷ്യൻ പ്രവർത്തിക്കുക. അഹങ്കാരമുള്ളവരാവുകയും സുഖലോലുപത ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളുകൾ ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കുന്നവരായിട്ട് മാറുകയില്ല. മതത്തിൻ്റെ ബാഹ്യരൂപത്തിൽ പിടിച്ച് നിൽക്കും. അവർ ഭക്തരെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനുള്ള ശ്രമങ്ങളൊക്കെ ചെയ്യും. എന്നാൽ ആ ഭക്തിയുടെ യഥാർത്ഥ ശക്തിയെ അവർ നിരാകരിക്കുകയും ചെയ്യും. പൗലോസ് തീമോത്തിയോസിനോട് പറയുന്നത്, തീമോത്തിയോസേ, നീ ഇങ്ങനെ ഉള്ളവരിൽ നിന്ന് അകന്ന് മാറിക്കൊള്ളണം എന്നാണ്. നാം മനസ്സിലാക്കണം, ഈ ലോകം നമ്മെ ഭയപ്പെടുത്തുകയാണ്. കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ യഥാർത്ഥ ഭക്തൻ്റെ നെഞ്ചിടിപ്പ് കൂട്ടുകയാണ്. ഈ സാഹചര്യത്തിൽ ദൈവവചനത്തിൽ നാം സ്വീകരിക്കേണ്ട ചില നിർദ്ദേശങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഭയപ്പെടേണ്ട എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അവസാന കാലത്ത് ഇതൊക്കെ നാം കാണുമെങ്കിലും വേദപുസ്തകം നമുക്ക് തരുന്ന പ്രബോധനം ഭയപ്പെടരുത് എന്നുള്ളതാണ്. ഏതെല്ലാം കാര്യങ്ങളെ നാം ഭയപ്പെടാൻ പാടില്ല. അപകടങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മിൽ ഭയം ഉണ്ടാകുവാൻ പാടുള്ളതല്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ് എന്ന് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 43 അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. രോഗങ്ങളെ പലപ്പോഴും നേരിടുമ്പോൾ മനുഷ്യൻ ഭയചകിതരായിട്ട് മാറുകയാണ്. രോഗമില്ലാത്ത മനുഷ്യരില്ല, രോഗിയില്ലാത്ത വീടുകളില്ല. ആളുകളെല്ലാം ബലഹീനരായിട്ട് മാറുന്നു, രോഗികളായിട്ട് മാറുന്നു, കിടപ്പ് രോഗികളായിട്ട് മാറുന്നു. ചെറുപ്പക്കാർ പലരും പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നു. മരണഭയം ആളുകളെ ഗ്രസിച്ചിരിക്കുകയാണ്. രോഗങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഭയപ്പെടാൻ പാടില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നുള്ള പുറപ്പാട് പുസ്തകത്തിലെ വാഗ്ദത്തം നാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതാണ്. എതിർപ്പുകൾ ഏറെ കൂടുകയാണ്. മാത്രമല്ല, പൈശാചിക ശക്തികൾ, അതിൻ്റെ പോരാട്ടങ്ങൾ, ഇതിനെല്ലാം യഥാർത്ഥത്തിൽ ഭക്തിയോടെ ജീവിക്കുന്ന ഒരു ദൈവപൈതൽ അഭിമുഖീകരിക്കേണ്ടി വരികയാണ്. അങ്ങനെ വരുമ്പോൾ നാം പറയേണ്ടത്, കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഭാവിയെക്കുറിച്ച് ഉള്ള അനിശ്ചിതത്വം വരുമ്പോൾ
പഠിച്ചിട്ടും ജോലി ലഭിക്കാതെ വരുന്നു, ഉള്ള ജോലി നഷ്ടപ്പെടുന്നു, ജോലിയിൽ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കേണ്ടി വരുന്നു, ആകപ്പാടെ ഒരുപാട് പ്രശ്നങ്ങൾ, ഇതെല്ലാം ജീവിതത്തിൽ വരുമ്പോൾ കർത്താവിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി നമ്മുടെ നന്മയ്ക്കാണ്, നമ്മുടെ ക്ഷേമത്തിനാണ് എന്നുള്ള ദൈവത്തിൻ്റെ വചനം തീർച്ചയായും നാം ഓർത്തിരിക്കേണ്ടതും അത് ഏറ്റുപറഞ്ഞ് നമ്മുടെ വാഗ്ദത്തമാക്കി അവകാശപ്പെടുത്തേണ്ടതും ആവശ്യമാണ്. മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ പലരും ഭയപ്പെടുന്നതായിട്ട് കാണുന്നു. ഏറ്റവും വലിയ ഭയം മരണഭയമാണ്. മരണഭയം എന്ന് പറഞ്ഞാൽ മരിക്കാനുള്ള ഭയമല്ല, മരിച്ചതിന് ശേഷം എവിടേക്ക് പോകും എന്ന് നിശ്ചയമില്ലാത്ത ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഭയമാണ് മരണഭയം. എന്നാൽ യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് മരണഭയമില്ല. കാരണം മരിച്ചാൽ അവൻ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കും എന്നുള്ള ഉറപ്പ് അവന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക്, മരണാസന്നനായ ഒരു വ്യക്തിക്ക് എന്താണ് സംഭവിക്കുന്നത്? മരിക്കുന്നതിൽ ആയിരിക്കില്ല തൻ്റെ ഭയം, മരിച്ചാൽ തൻ്റെ ആത്മാവ് എവിടേക്ക് പോകും എന്നുള്ളതിനെക്കുറിച്ച് ഉറപ്പോ നിശ്ചയമോ ഇല്ലാത്തതുകൊണ്ട് മരണഭയം ആ വ്യക്തിയെ വല്ലാതെ സ്വാധീനിക്കാറുണ്ട്. അതുകൊണ്ട് ഏതു ഭയമാണെങ്കിലും ദാവീദ് പറഞ്ഞതുപോലെ എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചു. ഭയപ്പെടരുത്. ഈ അന്ത്യകാലത്ത് ഭയപ്പെടുത്തുന്ന ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം നമുക്ക് വിശ്വസിക്കാം. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നുള്ള കർത്താവിൻ്റെ വാഗ്ദത്തം നമുക്ക് ഏറ്റെടുക്കാം. സർവശക്തിയുള്ള ദൈവമേ, ഭയം മാറ്റി ധൈര്യം നൽകുന്ന, ധൈര്യത്തിൻ്റെ ആത്മാവിനെ പകരുന്ന സർവശക്തനായ ദൈവമേ, അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഭയമില്ലാതെ ജീവിക്കുവാൻ കർത്താവ് വചനം കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ ആമേൻ.